നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CJ റോയി എന്ന് പറയുന്ന ബിസിനസ്മാൻ ഓർമ്മയായിരിക്കുകയാണ്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട്. അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്തതും അദ്ദേഹം എങ്ങനെ വലിയവനായി വലിയ മുതലാളിയായി ആരെയൊക്കെ ചതിച്ചു, ആരെയൊക്കെ തട്ടിച്ചു, ആരെയൊക്കെ വെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ പല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിലൊരു വീഡിയോ പെട്ടത്. ഏതായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കാണുമ്പോൾ അതിൻ്റെ അടിയിലൊന്ന് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. റോയ് സാറിന്റെ ഭാര്യയും മക്കളും അവസാന ചടങ്ങുകളിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടാണ് വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് ചാനൽ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്. കാരണം മേക്കപ്പ് ഇച്ചിരി കൂടിപ്പോയോ, എന്തിനാണ് ഈ കൂളിംഗ് ഗ്ലാസ് ധരിക്കുന്നത്, എല്ലാവരും ഡ്രസ് കോഡിലാണ് വന്നിരിക്കുന്നത്, ഇവർക്കൊന്നും അത്രത്തോളം ദുഃഖമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് പണക്കാരും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസമാണ്. പണക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കരച്ചിൽ വരത്തില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും വരത്തില്ല. പക്ഷേ പാവപ്പെട്ടവന്മാർക്കാണെങ്കിൽ ഇതെല്ലാം വരും എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കമൻ്റൊക്കെ കാണുമ്പോൾ അത് ചില കമൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വെറുപ്പ് തോന്നിപ്പോവും. അങ്ങനെയുള്ള കമൻറ്റുകളാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ സെലിബ്രിറ്റികളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഈ മൃതശരീരം കൊണ്ടുപോകും, അയ്യോ അവയെ അയ്യോ അയ്യോ എന്ന് വരച്ചിട്ട് കരയാനൊന്നും ഇവരെയൊന്നും കിട്ടത്തില്ലായിരുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പം മരണ വീട്ടിൽ വരെ ഡ്രസ് കോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില വീട്ടുകളിലൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണമെന്നറിയില്ല. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് ഇട്ടിട്ട് മാത്രമേ പോകത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു കോഡാണ്. ഇപ്പോഴെല്ലാവരും അത് തിരഞ്ഞെടുക്കുന്നതാണ്. ചിലപ്പോൾ അത് മുൻകൂട്ടി വാങ്ങി വെച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിക്ക് വാങ്ങി വെച്ചതുണ്ടാകും, ഇല്ലെങ്കിൽ മരണ വിവരം അറിഞ്ഞപ്പോൾ തന്നെ തനിക്ക് ഒന്ന് മേക്കപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകാം. ഏതായാലും ഇവരുടെ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെ നടക്കണം, എന്ത് ധരിക്കണം എന്നൊക്കെയുള്ളത് ഇവരുടെ ഇഷ്ടം മാത്രമാണ്. അല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ കരഞ്ഞുകൊണ്ട് നടക്കണം എന്നൊന്നുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ ഒരു സെലിബ്രിറ്റികളാണ്. ഈ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ നമ്മളെ കാണുന്നത് പോലും എന്നല്ല, ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതായത് ഈ പിന്നെ എന്താ പറയുക അടക്കിനൊക്കെ ആയിട്ട് ഒരുപാട് VIP-കളും ആൾക്കാരും ഒക്കെ വരുന്നതാണ്. ഇവർക്ക് തന്നെ അറിയാം. അപ്പോഴൊരു സാധാരണ ആളെ പോലെ സാരിയും കൊടുത്തിട്ട് അയ്യോ പിന്നെ എന്നാൽ തലയൊക്കെ പറിച്ചിട്ട് എന്താ പറയുക സാധാരണ ഒരു ഇതുപോലെ അങ്ങനെയൊന്നും ആൾക്കാർ നിൽക്കത്തില്ല. ഇവരൊക്കെ കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കുന്നവരാണ്. പിന്നെ ഇവരുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അല്ലാതെ സാധാരണക്കാരൻ്റെ പോലെയൊന്നുമല്ല. സാധാരണക്കാർ ആർത്ത് അട്ടകച്ചിക്കുന്ന എന്തിനാണ്? അവർക്ക് നാളെ മുതലെന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കും എൻ്റെ ഭഗവാനെ, ഇങ്ങേരുടെ ചെലവിലല്ലേ ജീവിക്കുന്നത് എന്നുള്ള ഒരു ആദി ഉണ്ടാകും. ഇനി എങ്ങനെ മുന്നോട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും എന്നുള്ള ഒരു ആദി ഉണ്ടാകും. ഇനി എങ്ങനെ എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചയക്കും എന്നുള്ള ആദി ഉണ്ടാകും. പക്ഷേ ഇവരെ സംബന്ധിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കരയാനോ പിടിക്കാനൊന്നും ഇവരെ കിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തന്നെയാണോ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം. അതായത് പാവപ്പെട്ടവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്നേഹം കുറച്ച് കൂടുതലായിരിക്കും, പരിഗണന കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഒരു പണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രത്തോളം സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരൊക്കെ ചിലപ്പോൾ വളർന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ബോർഡിങ്ങിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അച്ഛനെയും അമ്മയെയും കാണുന്നത് തന്നെ വിരളമായിരിക്കും. അങ്ങനെയുള്ള മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അച്ഛനോടും അമ്മയോടും വലിയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ. പിന്നെ പണത്തിൻ്റെ മുകളിൽ പണത്തിൻ്റെ ഹുങ്ക് അതിലൊക്കെ വളർന്ന ആൾക്കാരാണെങ്കിൽ പിന്നീട് പറയേ വേണ്ട. അതാണ് ഞാൻ പറയുന്നത്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയും വെറും എന്താ പറയേണ്ടത് ഒരു വിലയും കൊടുക്കത്തില്ല. പണക്കാർ തീരെ വില കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ വില കൊടുക്കുന്ന ആളുണ്ട് കേട്ടാ. കാരണം എന്താ വെച്ചാൽ തന്തേൻ്റെ സ്വത്തിനെ അദ്ദേഹം തന്നിട്ടില്ലെങ്കിലോ തന്തയുടെ സ്വത്ത് തിരിച്ചു പോയാലോ എന്നൊക്കെ കരുതിയിട്ട് വില കൊടുക്കുന്ന ആളുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കൾക്കൊന്നും അത്രത്തോളം ഒരു വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല. കുറച്ച് ദുഃഖം ഉണ്ടാകും. നമ്മുടെ കൂടെ കുറേ നാൾ ജീവിച്ച ഒരാൾ പെട്ടെന്ന് തന്നെ മടങ്ങുമ്പോൾ കുറേ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുള്ളത്
അതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി കരഞ്ഞ് നിലവിളിക്കാനോ ഇതിനൊന്നും അവരൊന്നും നിൽക്കത്തില്ല. അതൊന്നും അങ്ങനെയുള്ള പ്രഹസനമൊന്നും കാണിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാവപ്പെട്ടവരുടെ കാര്യം എടുക്കുമ്പോഴേ അവിടെ കരഞ്ഞിട്ടില്ലെങ്കിലും കുറ്റാണ്. അവിടെയെങ്ങാനും ഒരാൾ കരയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയാന്നത് അവളെ കണ്ടോ ഒരു കരച്ചിലുമില്ല, അവൾക്ക് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ അങ്ങ് ആഘോഷിക്കും. അവൾക്കൊരു ദുഃഖവും ഇല്ല, അവൾ കാരണം തന്നെയാണ് അവൻ മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർക്ക് 100 കുറ്റങ്ങളായിരിക്കും. കാരണം എന്താ, അതാണ് പണമില്ലാത്തവൻ്റെ അവസ്ഥ. ഇവരിവിടെ കരഞ്ഞുകൊണ്ട് കുറച്ച് കമൻറ്റ് വന്നു, അല്ലാതെ ഇവർക്കൊരു ചുക്കുമില്ല, ഇവർക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. കുറച്ച് ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെയും പറയും, അതങ്ങ് പോകും, കുറച്ച് കഴിയുമ്പോൾ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനൊക്കെ കരഞ്ഞ് നിലവിളിക്കാൻ കഴിയുമോ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലായിരിക്കും. അതായത് ഭാര്യയും ഭർത്താവും കാണുന്നതും മക്കളും അച്ഛനും കാണുന്നതും അല്ലെങ്കിൽ മക്കളും മറ്റവരൊക്കെ കാണുന്നതൊക്കെ വിരളമായിരിക്കും. ഇവരൊക്കെ ഓരോ രാജ്യത്ത് ഓരോ തിരക്കിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്താ പറയുക, ഈ സെൻറ്റി അടിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനൊന്നും ഇവരെ കൊണ്ടൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പണങ്ങളാണ്, പണത്തിൻ്റെ മുകളിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നും ടെൻഷനും പ്രാരാബ്ദവും വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. എന്തുകൊണ്ടാ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിച്ചത് പണത്തിനെയാണ്, അല്ലാതെ മക്കളെയോ അല്ലെങ്കിൽ വേറെ ആളെയോ അല്ല. അങ്ങനെ ഈ റോയിനെ ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സ്ത്രീ കൂളിംഗ് ഗ്ലാസ് ഇടാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതായിട്ട് വരാനോ അവരൊന്നും മനക്കെടൂല. പക്ഷെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമാണ് പ്രാധാന്യം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഇങ്ങനെ പണക്കാരുടെയും മില്യൺ പിന്നെ ഇതൊക്കെ സമ്പാദിക്കുന്നവരുടെയൊക്കെ ജീവിതം ഇതുപോലെ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ വൈകാരികമായിട്ടുള്ള ബന്ധത്തിനോ അല്ലെങ്കിൽ വേറെ എന്തിനോ ഒന്നിനും ഇതില്ല, സാധ്യതയില്ല. കാരണം ഇവരങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പം ഇവർ മക്കളെ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അങ്ങോട്ടും കൊടുക്കാൻ ഇവർക്ക് സമയം ഉണ്ടായിട്ടുണ്ടാവില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ ലണ്ടനിൽ എവിടെയെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ സ്കൂളിലൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോടുള്ള സ്നേഹം, മാതാപിതാക്കളോട് കടപ്പാട് അത്രയും ഉണ്ടാവുള്ളൂ. അതുകൊണ്ടല്ലേ പിന്നെ നാട്ടുകാർ പറയുന്നത് കരഞ്ഞു പിഴിഞ്ഞ് നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റൂടെ? ഈ കമൻറ്റോളികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് വെറുതെ കമൻ്റ് ഇടുന്നത്? സെലിബ്രിറ്റികളും വലിയ വലിയ ആൾക്കാരും പണക്കാരൊന്നും മരിച്ചാൽ അങ്ങനെ കരഞ്ഞ് ഇലവിളിക്കത്തില്ല. ഈ താനൊക്കെയാണ് പോയിട്ട് കരഞ്ഞ് ഇലവിളിക്കുന്നത് തൻ്റെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ. കാരണം തനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഉള്ളൂ രക്ഷ, വേറെ ഒന്നുമില്ല. പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ദുഃഖം എന്ന് പറഞ്ഞാൽ മനസ്സിലാണ്, ആ മനസ്സിൽ തീർന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ പുറകിൽ പോകാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 56 വയസ്സുള്ള ഒരു മനുഷ്യനാണ് മരിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അല്ലാതെ 10, 60, 70, 80 വയസ്സുണ്ടായ ഒരു മനുഷ്യനൊന്നും അല്ല. എനിക്കെന്ന് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ റോയിൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ ഇരുന്നിരുന്നു. അവർക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. വേറെ ഒരാൾക്കും അത്രത്തോളം അങ്ങോട്ട് വൈകാരികമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഒന്നുമില്ല. അത് ഇവരുടെ കുറ്റമല്ല, ഇവരുടെ ആ ഒരു സ്റ്റാറ്റസിൻ്റെ കുറ്റമാണ്. ഇവരുടെ ആ ഒരു എന്താ പറയുക, ഈ പിന്നെ വലിയ ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിൻ്റെ കുറ്റമാണ്. പല ബിസിനസ്മാൻമാരും ഇത് തന്നെയാണ് അനുഭവിക്കുന്നത്. അതായത് അവരുടെ വീട്ടിൽ അവരോടായിരിക്കും വലിയ സ്നേഹമോ കാര്യമോ കടപ്പാടോ ഒന്നും ഉണ്ടാവില്ല. ഇഷ്ടംപോലെ പണമുണ്ടാകും. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയതുപോലെയായിരിക്കും നടക്കുന്നത്. തന്ത ഉള്ളടക്ക പോലും ചിലപ്പോൾ മക്കൾ വരാറേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മക്കളുള്ളപ്പോഴും തന്ത വരാറേ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് പല വീടുകളിലും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയാണ് സെലിബ്രിറ്റികളുടെ മരണങ്ങളൊക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.